ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്രീമി സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള തൈര് സാദമാണ്. അപ്പോൾ തൈര് സാദം ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല, അപൂർവം ചേർക്കാൻ ഇഷ്ടപ്പെടാത്തതുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ നമ്മുടെ മുട്ടച്ചോറ് പറഞ്ഞ പോലെ തന്നെ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലോ അതുമല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ദിവസം ചോറും കൂട്ടാനും ഉപ്പേരിയൊക്കെ അല്ലേ, അപ്പോൾ അതിനൊരു മാറ്റം എന്ന രീതിയിലോ അതുമല്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് വേനൽക്കാലമാണ്, നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നമ്മുടെ ശരീരത്തിന് തണുപ്പിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ഫുഡാണ് നമ്മുടെ ഈ തൈര് സാദം കേട്ടോ. അപ്പോൾ ഈ മുട്ടച്ചോറാണെങ്കിലും തൈര് സാദമാണെങ്കിലും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും അതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ തൈര് സാദം നമുക്ക് ഹെൽത്തിയാണ്. തൈര് നല്ല പ്രോട്ടീനും കാര്യങ്ങളല്ലേ, നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടിക്കും നല്ലതാണ്. അപ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നതനുസരിച്ച് നമുക്ക് മാറ്റം ഉണ്ടാവും. പിന്നെ മാത്രമല്ല, നമുക്ക് ഈ ചൂടുള്ള കാലാവസ്ഥയിൽ നമുക്കിത് ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും ഇനി ഈ വേനൽക്കാലങ്ങളിൽ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഒന്ന് തണുപ്പിക്കാനായിട്ട് ഈ തൈര് സാദം ഇടയ്ക്കൊക്കെ ഒന്ന് ഉപയോഗിക്കാം. പിന്നെ മാത്രമല്ല, നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ വയ്ക്കുന്ന അതേ സാധാരണ മട്ടരിയുടെ ചോറാച്ച ആ ചോറന്നെ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൊന്നിയരി വെച്ചിട്ടും നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അത് വേവ് ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. നമുക്ക് നല്ല ക്രീമി സ്ട്രക്ചറായിട്ടാകുമ്പോൾ നന്നായി ഉടച്ചിട്ടാണ് നമ്മൾ ചോറെടുക്കുക. അപ്പോൾ അങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. തൈര് സാദം എങ്ങനെയാണ് റെഡിയാക്കണം നമുക്കൊന്ന് കാണാം. വരൂ കാണാം കേട്ടോ. അപ്പോൾ വറവിന് ആവശ്യമായ സാധനങ്ങളാണ് ഉഴുന്ന്, അതുപോലെ തന്നെ കടലപ്പരിപ്പും കടുകും പച്ചമുളകും മല്ലിയിലയും നമുക്ക് ചോറിൻ്റെ കൂട്ടത്തുകൂടെ നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ ഇഞ്ചിയും മുളക് കറിവേപ്പില കേട്ടോ, ഇതൊക്കെയാണ് ഇതിലേക്ക് വേണ്ടത്. ആദ്യമൊക്കെ ചെന്നൈയിൽ പോണ സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ആകെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ തൈര് സാദമാണ്. കാരണം രാവിലെയും രാത്രിയും നമുക്ക് ടിഫിൻ കഴിക്കാം. ഉച്ചക്കിലത്തെ ഭക്ഷണം ഇതായിരുന്നു കേട്ടോ. എനിക്ക് വേറെ ഒന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നുമല്ല, ഞാൻ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ അവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഞാൻ തയ്യാറാക്കിയ തൈരാണ്. അപ്പം എങ്ങനെയാണ് ഇങ്ങനെ കട്ട തൈര് ഉണ്ടാക്കണമെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഞാൻ വീണ്ടും കാണിക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചോറ് ഇനി ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം. നല്ല വെന്തുള്ള ചോറ് തന്നെയാണ്. ഇതിലേക്ക് നമുക്ക് ഈ തൈര് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ തൈര് ചേർത്തിട്ടുണ്ട്. തൈര് ചേർത്ത് നല്ല കട്ട തൈര് തന്നെയാണ്. പുളിയില്ലാത്ത തൈര് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനാണ് രാവിലെ ഇത് തയ്യാറാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിയില്ലാത്ത തൈരാണെങ്കിലും കുറച്ച് പാല് ചേർക്കുക കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഇത് ഇരുന്ന് കഴിഞ്ഞാൽ പുളിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതല്ല നിങ്ങൾ ഇപ്പം തന്നെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ പുളിയില്ലാത്ത തൈര് ചേർത്താൽ മതി. അപ്പോൾ എന്നാലും ലേശം പാല് ചേർത്തോളൂ, കുഴപ്പമില്ല കേട്ടോ, നല്ല ക്രീമി സ്ട്രക്ചർ കിട്ടാനായിട്ട്. അപ്പോൾ ഈ തൈര് നമ്മൾ ചേർത്തു. ഇനി നമ്മൾ ഈ പച്ചമുളക് ചേർക്കുകയാണ് കേട്ടോ. 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഈ മല്ലിയിലയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് പിന്നെ ചേർക്കാം. അപ്പോൾ മല്ലിയില ചേർക്കുന്നതിന് മുൻപ് ഈ തൈരും ഉപ്പും ചേർത്തത് ഞാൻ ഒന്നും കൂടി ഉടച്ചെടുക്കുകയാണ്. എന്നിട്ട് മല്ലിയില ചേർക്കാം. ഇപ്പം നമുക്ക് വേണമെങ്കിൽ പാല് ചേർക്കാം. ഞാൻ പാല് ചേർക്കണില്ല, കാരണം എൻ്റെ തൈര് ഒട്ടും പുളിയില്ലാതെ നല്ല കട്ട തൈര് തന്നെയാണ്. ഇപ്പം വെള്ളം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഒന്ന് ക്രീമി സ്ട്രക്ചർ കിട്ടാനായിട്ട് കുറച്ച് ചേർത്താൽ മതി. ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടി കട്ടയാവും, അതിനാണ് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ പാല് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം ചേർക്കണ്ട, നോക്കിയിട്ട് അനുസരിച്ച് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ പാല് ചേർക്കാത്ത കാരണമാണ് ഈ വെള്ളം ചേർത്തത് കേട്ടോ. നല്ല ക്രീമി ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ആവാം, നമുക്ക് നോക്കാം. വറുത്തിടാനുണ്ട് ഇതിലേക്ക്. അതുപോലെ തന്നെ ഈ മല്ലിയിലയും ചേർക്കാം കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വെള്ളം ചേർക്കാം. അപ്പോൾ മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇരിക്കട്ടെ, ഇനി നമുക്കിതിൽ വറുത്തിടാം കേട്ടോ. എണ്ണ
എണ്ണ ചൂടായി വന്നാൽ നമുക്ക് ആദ്യം അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഉഴുന്ന് അതും പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയം ഞാൻ അതിലേക്ക് അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഇഞ്ചി അരിഞ്ഞതാണ് ചേർക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇഞ്ചി ചതച്ചിട്ടാലും മതി. ചെറിയൊരു കഷ്ണം ഇഞ്ചി. അത് ഇഞ്ചി ആവശ്യമില്ല, നിങ്ങൾക്ക് വേണ്ട തോന്നുന്നു വെച്ചാൽ വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ കറിവേപ്പില. ഇതെല്ലാം വറുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് കായം പൗഡർ ചേർക്കാം കേട്ടോ. കുറച്ച് മതി ഒരു സ്മെല്ലിന്. ഇതെല്ലാം കൂടി ഇതിലേക്ക് കൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ തൈര് സാദം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ വറുത്തിടുമ്പോൾ കടുകും അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ്, മുളക്, കറിവേപ്പിലൊക്കെ വറുത്തിട്ടുമല്ലോ. ആ വറുത്തിടുന്ന സമയത്ത് നമ്മൾ കൊണ്ടാട്ടം മുളകില്ലേ, മുളക് കൊണ്ടാട്ടം, ആ മുളക് കൊണ്ടാട്ടം വറുത്തിട്ട് ഇതിലേക്ക് ഇട്ടാലും വളരെ നല്ലതാണ്. ഈ തൈര് സാദം ഇടയ്ക്ക് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ആ മുളക് കൊണ്ടാട്ടം കടിക്കുമ്പോൾ അതൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കാം. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മുടെ തൈര് സാദം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള ഈ തൈര് സാദം വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ് കേട്ടോ. വേറെ കറിയൊന്നും ഇതിന് ആവശ്യമില്ല. നമുക്ക് ഒരു അച്ചാർ, മാങ്ങ അച്ചാറോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല എരിവുള്ളൊരു അച്ചാർ, അതുപോലെ മുളക് കൊണ്ടാട്ടം, ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു പപ്പടും കൂടിയിട്ട് നമുക്കിത് കഴിക്കാം. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ നിറയ്ക്കാനും നമുക്ക് പുറത്തേക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനും ഇത് വളരെ വേറെ കറികളൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്കാണ് കഴിക്കണമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തൈര് കൂട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പാല് കൂടി മിക്സ് ചെയ്യുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് പുളിക്കും. അതുകൊണ്ടാണ് പറയണത് കേട്ടോ. അപ്പം എന്നാൽ വരൂ, നമുക്ക് കഴിക്കാം കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഈ തൈര് സാദം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.